ഹലോ ഫ്രണ്ട്, ഫസീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊത്തു പൊറോട്ടയാണ് കേട്ടോ. കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊറോട്ടയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കൈവച്ച് തന്നെ പൊറോട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരു 7 പൊറോട്ട ഞാനിപ്പോൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാൻ ഒന്ന് ചൂടാക്കി കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വാടി വന്നാൽ 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളറായാൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് ഉടയുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മസാലയെല്ലാം നന്നായി ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി മുട്ട വേവിച്ചെടുക്കാം. മുട്ടയും മസാലയും എല്ലാം നന്നായി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊറോട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊറോട്ടയിൽ മസാലയൊക്കെ നന്നായി പിടിക്കുന്നത് വരെ ഒരു 3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ബീഫ് കറിയോ കോഴിക്കറിയോ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു കരണ്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പൊറോട്ടയും മസാലയും എല്ലാം കൂടി മിക്സായിട്ട് ഒരു അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊത്തു പൊറോട്ട ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.